നമസ്കാരം. ഖാലിസ്ഥാൻ ഭീകരവാദി സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഭീകര സംഘടനയുടെ തലവനായ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ ഇന്ത്യക്കെതിരെ നിരവധി ഭീഷണികൾ ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഈ വേൾഡ് കപ്പ് നടക്കുന്ന വേദികൾ ആക്രമിക്കും എന്ന് പറഞ്ഞു. ദീപാവലി ആഘോഷിച്ചാൽ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു ഭവനങ്ങളുമൊക്കെ ആക്രമിക്കണം എന്നൊരു ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിന പരേഡുകൾ, ഇതൊക്കെ ആക്രമിക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കുന്നുണ്ട്. നിരവധി തവണ എയർ ഇന്ത്യ വിമാനങ്ങൾ തട്ടിയെടുത്ത് അത് നശിപ്പിക്കും എന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയിൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം നൽകുകയാണ് ഈ പന്നൂൻ്റെ ജോലി. സത്യത്തിൽ പന്നൂനൊക്കെ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദം എന്ന ഭീകര സംഘടന ശക്തമാണ്. അവർ ഏതു നിമിഷവും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് പന്നൂൻ പറഞ്ഞാൽ മതി, ഇവിടെ നടപ്പാക്കപ്പെടും എന്നൊക്കെയാണ് പന്നൂൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പന്നൂൻ അവിടെ ഇരുന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ ഭീഷണി കേട്ട് ഇവിടെ പ്രവർത്തിക്കാൻ ആരുമില്ല. ആരെങ്കിലും അങ്ങനെ തലപൊക്കിയാൽ ആ തല അരിഞ്ഞു കളയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യൻ സർക്കാർ എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖാലിസ്ഥാൻ ഭീകരവാദത്തിന് ഇന്ത്യയിൽ വേരുകളില്ല. അവിടെ ചിലർ എന്തൊക്കെയോ ചിലത് കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ ഈ പറയുന്നത് പോലെ കാനഡയിലോ അമേരിക്കയിലെയോ ഇരുന്നു കൊണ്ട് ഒരു ആക്രമണം ആസൂത്രണം ചെയ്യാനും ആ ആക്രമണം നടപ്പിലാക്കാനുമുള്ള കെൽപ്പ് എന്തായാലും ഖാലിസ്ഥാനി ഭീകരവാദി സംഘടനകൾക്കില്ല. പണ്ട് പല ഇസ്ലാമിക ഭീകരവാദി സംഘടനകൾക്കും ഉണ്ടായിരുന്നു. ലഷ്കർ എ തൊയ്ബ വിചാരിച്ചാലോ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് വിചാരിച്ചാലോ ഇന്ത്യയിൽ ഏതു ഭാഗത്തും സ്ഫോടനം നടത്താനും തീവ്രവാദി ആക്രമണങ്ങൾ നടത്താനും ഒക്കെ കഴിവുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംവിധാനവും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയണം. കേന്ദ്ര ഏജൻസികൾ അത്രമാത്രം ശക്തമാണ്. നാട് മുൻപത്തെക്കാളെ സുഭദ്രമായി മാറുകയും സുരക്ഷിതമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗുർപത്വന്ത് സിംഗ് പന്നൂന് ഭീഷണിപ്പെടുത്താൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് മാത്രമല്ല കനേഡിയൻ സർക്കാരിനെ കൊണ്ട് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ പുതിയ ആരോപണവുമായി ഗുർപത്വന്ത് സിംഗ് പന്നൂൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യക്കെതിരായിട്ടല്ല, റഷ്യക്കെതിരായിട്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് റഷ്യ ഇന്ത്യയെ സഹായിക്കുകയാണ്. കാനഡയിലെ നയതന്ത്ര പ്രതിനിധികൾ, ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധികളാണ് കാനഡയിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ കാനഡയുടെ ഔദ്യോഗിക രഹസ്യങ്ങളല്ല ചോർത്തിയിട്ടുള്ളത്. കാനഡയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ സംഘടനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും അവർ ചോർത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോർത്തിയിട്ടുണ്ടാകും. ഇതിനെയാണ് കാനഡയിൽ നിന്നും ഇന്ത്യ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന രീതിയിൽ ഒരു വലിയ പുകമറ സൃഷ്ടിക്കാനായി ശ്രമിക്കുന്നത്. ആ വിവരങ്ങൾ ചോർത്തി എന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാനഡയിൽ നടന്ന ചില കൊലപാതകങ്ങൾക്കൊക്കെ കാരണം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെ പേര് പോലും കാനഡ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ കാനഡയിലുണ്ട്. അവരുടെ വീടും ഓഫീസുമെല്ലാം ഇപ്പോൾ കാനഡയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയാത്തത് റഷ്യ കാനഡയിൽ ചെയ്യുന്നു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ. ഇന്ത്യയുടെ നയതന്ത്ര അതായത് US-ലെ ഇന്ത്യയുടെ അംബാസഡറായിട്ടുള്ള വിനയ് മോഹൻ ക്വാത്രയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. റഷ്യ ഇന്ത്യയുടെ ഉറ്റ പങ്കാളിയാണ് എന്നെല്ലാവർക്കും അറിയാം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വന്നതോടുകൂടി അമേരിക്ക യുക്രൈൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. പാശ്ചാത്യ ലോകം ഒന്നടങ്കം റഷ്യയെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ റഷ്യയെ സഹായിക്കുന്നു. പാശ്ചാത്യ ലോകത്തിൻ്റെ വിലക്കുകൾ മറികടന്നുകൊണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഇന്ത്യയോട് വല്ലാത്ത അടുപ്പമുണ്ട്. അവർ ഈ പറയുന്നത് പോലെ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഖാലിസ്ഥാനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ചോർത്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നാൽ റഷ്യയ്ക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഭീഷണി നേരിടേണ്ടി വരും എന്ന ഭീഷണി ചെലുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ. റഷ്യ ഏതായാലും ആയുധമെടുത്ത് യുദ്ധക്കളത്തിലാണ്, ഇന്ത്യയെപ്പോലെ അല്ല. റഷ്യയെ ചൊറിഞ്ഞാൽ തീർച്ചയായും തിരിച്ചും റഷ്യ ചൊറിയും എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അമേരിക്കയിലിരുന്നു കൊണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പേരിൽ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. അതായത് ഇന്ത്യക്ക് ഇൻ്റലിജൻസ് വിവരങ്ങൾ റഷ്യ നൽകുന്നു. അത് നിർത്തിയില്ല എങ്കിൽ റഷ്യൻ സ്ഥാപനങ്ങൾ, ലോകമെമ്പാടുമുള്ള റഷ്യൻ മിഷനുകളും അതുപോലെ തന്നെ റഷ്യയുടെ എംബസികളുമെല്ലാം ഞങ്ങൾ ആക്രമിക്കും എന്ന പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേഡ് ബൈ
Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.